ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2115. ഇന്ന് ഒക്ടോബർ മാസം 15-ാം തീയതി 288-ാമത്തെ ദിവസത്തിലെത്തി. ക്രിസ്തുയേശു പറഞ്ഞിരുന്നു, സർവ്വതും നേടിയിട്ടും ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടാൽ ഈ നേടിയതൊക്കെ എന്താവും എന്ന് കരുതി ഒന്നും നേടാതിരിക്കാനായിട്ട്, ഒന്നിനെ പിന്നാലെ ഓടാതിരിക്കാനായിട്ട് നമ്മൾ പാവം മനുഷ്യർക്ക് സാധിക്കുമോ? നേട്ടങ്ങളുടെ അർഹതയും യോഗ്യതയും ഒക്കെ ഒന്ന് അളന്ന് ഉറപ്പുവരുത്താം. ശരിയാണ്, കഴിഞ്ഞ പുലരിയിൽ നമ്മൾ പരിചയപ്പെട്ട 3 ചോദ്യങ്ങൾ വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട്. എന്തൊക്കെ നേടി, എന്തിനു നേടി, എങ്ങനെ നേടി? എല്ലാവരും നേടുന്നതെല്ലാം എനിക്കും വേണമെന്നൊരു ചിന്തയോ വാശിയോ ആഗ്രഹമോ അത്യാഗ്രഹമോ എങ്ങനെയോ ഏതോ കാലത്ത് ഉള്ളിലെത്തിയിട്ടുണ്ട്. എല്ലാവരും നേടിയതൊക്കെ എനിക്ക് നേടണം. അത് അനാവശ്യമായ ഒരു വിചാരമാണെന്ന് ഞാൻ എപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അത് അനാവശ്യമായ വിചാരം മാത്രമല്ല, അനാരോഗ്യകരമായ ഒരു വിചാരം കൂടിയാണ്. തങ്ങളുടെ ലക്ഷ്യങ്ങൾ എങ്ങനെയാണ് നിർണയിക്കാൻ പറ്റുക? ഓരോ മനുഷ്യനും എന്താണ് നേടേണ്ടത്, എങ്ങനെയാണ് നേടേണ്ടതെന്നൊക്കെ എങ്ങനെയാണ് നിശ്ചയിച്ചുറപ്പിക്കാൻ പറ്റുക? ഓരോരുത്തരുടെ അഭിരുചിക്കും ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്കും അനുസരിച്ചാണ് ലക്ഷ്യങ്ങളൊക്കെ നിർണയിക്കപ്പെടേണ്ടത്. എല്ലാവരുടെയും കൂടെ ഓടി അവരുടെയെല്ലാം ഒപ്പമെത്താനുള്ള അത്യാഗ്രഹത്തിനിടയിൽ, ആ ഒരു ശ്രമത്തിനിടയിൽ സ്വന്തം ഇഷ്ടങ്ങളും താല്പര്യങ്ങളും മുൻഗണനകളും നഷ്ടപ്പെടുകയാണ്. ഒടുവിൽ നമ്മൾ ഒന്നാമത് ഇനി എത്തിയാൽ തന്നെ എന്താണ് കാര്യം? ആലോചിച്ചു നോക്കി. സ്വന്തം താല്പര്യങ്ങളോ അഭിരുചികളോ മുൻഗണനകളോ ഒക്കെ നഷ്ടപ്പെട്ട് നമ്മൾ എവിടെയെങ്കിലും എത്തിയിട്ട് വല്ല കാര്യമുണ്ട്? എന്ത് കാര്യം? ഏത് മാർഗത്തിലൂടെയും ജയിക്കണമെന്നൊരു ചിന്ത എങ്ങനെയൊക്കെയോ നമ്മളുള്ളിൽ ഉറഞ്ഞുപോയിട്ടുണ്ട്. ഏത് മാർഗമായാലും കുഴപ്പമില്ല, ജയിക്കണം. അങ്ങനെ നമ്മൾ കരുതി തുടങ്ങിയത് ജയിക്കുന്നവൻ മാത്രമേ രക്ഷപ്പെടൂ എന്ന ഒരു തെറ്റിദ്ധാരണ മൂലമാണ്. ജയം മാത്രമല്ല, പരാജയത്തിന് ഇത്തിരി സ്പേസ് അനുവദിക്കണം. പരാജയപ്പെട്ടവർക്കും കൂടി ഉള്ളതാണ് ഭൂമി. അത് നമ്മൾ ഒന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. ജയിച്ചവർക്ക് മാത്രമാണ് രക്ഷയെന്ന് കരുതിയാൽ അതൊരു വലിയ അബദ്ധമായി മാറും. നിവൃത്തികേട് കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും എളുപ്പവഴി പൂർത്തീകരിക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുക. ഒന്നും നമ്മൾ ആസ്വദിക്കുന്നില്ല. ആസ്വദിച്ച് ചെയ്യുന്ന കാര്യങ്ങളുടെ ഓരോ നിമിഷവും അതിന് തനതായ ഒരു താളമുണ്ടാവും, ഒരു സ്വരലയമുണ്ടാവും, ഒരു സുഖമുണ്ടാവും, ഒരു സംതൃപ്തി ഉണ്ടാവും. കുറെ കൂടി ജീവിതത്തെ ഒന്ന് പാകപ്പെടുത്താനായിട്ട് ക്രിസ്തു വഴികളിലേക്ക്, ക്രിസ്തു വചനങ്ങളിലേക്ക് നമുക്കൊന്ന് എത്തിച്ചേരാം. ആമേൻ.